ഹലോ, എല്ലാവർക്കും മണി ടോക്കിൻ്റെ 100 ഡേയ്സ് ചലഞ്ചിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയൊരു പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ കോസ്മെറ്റിക് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രോഡക്റ്റുകളാണ് ഇന്ന് നമ്മുടെ ബിസിനസ് ചലഞ്ചിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന. മറ്റൊന്നുമല്ല പ്രോഡക്റ്റുകൾ. ഒന്ന് എന്ന് പറയുന്ന കസ്തൂരി മഞ്ഞളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കസ്തൂരി മഞ്ഞളിൻ്റെ ലഭ്യതയും കസ്തൂരി മഞ്ഞളിൻ്റെ വിലയും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രണ്ടാമത് മുൾട്ടാനി മിട്ടിയാണ്. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഈ 2 സാധനവും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കാം. അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം ലഭ്യമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കർഷകരിൽ നിന്ന് ലഭ്യമാണ്. ഇവ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡിൻ്റെ പേര് അണ്ടറിൽ നിങ്ങൾക്ക് ഇത് വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ മുൾട്ടാനി മിട്ടി ഹോൾസെയിലിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് അത് റീറ്റെയിൽ പാക്കിൽ ചെറിയ ചെറിയ പാക്കുകളിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് രണ്ടും വയ്ക്കാം. അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ പൗഡർ രൂപത്തിലാക്കി അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിറ്റ് നല്ല ലാഭം നേടാവുന്ന ഒരു ബിസിനസ് ഐഡിയ ആണിത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്. ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുക. അത് നല്ലൊരു ബ്രാൻഡ് നെയിം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കീഴിൽ നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതുവഴി നല്ല വരുമാനം നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. അപ്പോൾ ഇത് പാർട്ട് ടൈമായിട്ട് ചെയ്യാം, ഫുൾ ടൈമായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം വീണ്ടും മറ്റൊരു ഐഡിയയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.